Hi students, good morning. Video Sanjay Devagam. എവിടെ ഈ എൻ്റെ വീഡിയോസ് ഓൺ ആവാനുണ്ടല്ലോ. ഓക്കെ റൈറ്റ്, സൈലന്റ് ബ്രദർക്ക് എടുത്തല്ലോ അല്ലേ ഫോർ ദ ക്ലാസ്. നമ്മൾ ഇന്നലെ ആ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്തിരുന്നു, ഡിസ്കഷൻ വൈൻഡപ്പ് ചെയ്തിരുന്നു. നമുക്കിനി അടുത്ത കയറുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ റേഷ്യോ എന്നൊരു ടോപ്പിക്കാണ് കേട്ടോ. അത് കയറുന്നതിന് മുമ്പ് ഒന്ന് വേഗം അൽഹ എന്ന് പറഞ്ഞ നമ്മൾ എന്തായിരുന്നു മിഡ് പോയിന്റ് ഫോമുല? x1 plus x2 by 2. അത്രേ ഉള്ളോ? y1 plus y2 by 2. ഫാത്തിമ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു മിഡ് പോയിന്റും വേറൊരു പോയിന്റ് തന്നാൽ സെക്കൻഡ് പോയിന്റ് കണ്ടുപിടിക്കുക? മിഡ് പോയിന്റിന്റെ ഇത് വെച്ച് എക്സ് ആക്കി എടുക്കും. മിഡ് പോയിന്റിന്റെ ഒരു സൈഡ് എക്സ് ആക്കി എടുത്തിട്ട് മറ്റേ സൈഡ് എക്സ് ആഡ് ചെയ്യും, പിന്നെ മറ്റേ എൻഡ് പോയിന്റും ആഡ് ചെയ്യും. അതേപോലെ തന്നെ വൈ. ഓക്കെ ശരി. സോ വി മൂവ് ടു ടോപ്പിക് റേഷ്യോ. ഇതിനോട്ടുള്ള റേഷ്യോ എന്നുള്ള ടോപ്പിക്ക് സെക്ഷൻ ഫോമുല എന്നും പറയാറുണ്ട് കേട്ടോ. സ്കൂളിലായിട്ട് നമ്മൾ ഉപയോഗിച്ച റേഷ്യോ തന്നെയാണോ അതോ സെക്ഷൻ ഫോമുല എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? നോ ഐഡിയ. ഓക്കെ, ratio or section form. ടെക്സ്റ്റ് ബുക്കിലെ ടൈം റേഷ്യോ ഒന്ന് തന്നെയാണേ. ഓക്കെ ലിസൺ, ഈ റേഷ്യോ എന്നുള്ള ടോപ്പിക്കിന്റെ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. നമ്മൾ ഇന്നലെ ലാസ്റ്റ് ക്ലാസ് അതിന് 2-3 ക്ലാസ്സിലും ഡിസ്കഷൻ എന്ന് പറയുന്നത് there is a line segment. നമുക്കൊരു നീളമുള്ള ലൈൻ സെഗ്മെന്റ് തന്നിട്ടുണ്ട് ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ സെന്റർ ഓർ ദ മിഡ് പോയിന്റ് ഓഫ് ലൈൻ സെഗ്മെന്റ്. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഈ കാണുന്ന പോയിന്റ് ഇപ്പോൾ ഒരു 2-3 ആണ്. ഇവിടെ നമുക്കൊരു 8-15 ഉണ്ട്. വളരെ കൃത്യമായി നമ്മൾ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഫോമുല പഠിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനും പറ്റും അല്ലേ? ഹാരിസ് എങ്ങനെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക ഒന്നുകൂടെ പറഞ്ഞേ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേ. സാർ 2 plus 8 by 2 3 plus 15 by 2. ഇത്ര ഉള്ള സംഭവം. 2 plus 8 by 2 3 plus 15 by 2 നേരെ നമ്മൾ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യുക, സംഭവം കിട്ടും. അപ്പൊ 10 by 2 5 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 18 by 2 9 എന്നൊക്കെ ആൻസർ കിട്ടും. സംഭവം ഇത്രേ ഉള്ളൂ, റൈറ്റ്? ഓക്കെ, ഇനി ശ്രദ്ധിച്ച് കേട്ടോളാം ഞാൻ പറഞ്ഞ പോയിന്റ്. ഇവിടെ ലിസൺ കെയർഫുള്ളി. ഇപ്പൊ ഈ കാണുന്ന ലൈൻ സെഗ്മെന്റിന് എ ബി എന്ന് പേര് കൊടുക്കുന്നു, ഈ പോയിന്റ് പി എന്നും പേര് കൊടുക്കുക. എ ബി ആൻഡ് പി ഇങ്ങനെ നമ്മൾ നെയിം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ശരിക്കും പി എന്ന പോയിന്റ് എ ബി എന്ന കംപ്ലീറ്റ് ലൈനെ 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാം, ശരിയല്ലേ? ദ പോയിന്റ് പി ഡിവൈഡ്സ് ദ കംപ്ലീറ്റ് ലൈൻ സെഗ്മെന്റ് എ ബി ഇൻടു 2 പോർഷൻ. ഓരോ പോർഷന്റെ പേര് എന്തൊക്കെയാ ഒന്ന് പറഞ്ഞേ. ഓരോ പോർഷന്റെയും പേര് ഫാത്തിമ പി. എ പി പി ബി. എ പി ആൻഡ് പി ബി എന്നാണ് 2 പോർഷന്റെ പേര്. ഒരു പോർഷൻ എ പി, അടുത്തൊരു പോർഷൻ പി ബി. ഇനി എന്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പി എന്ന പോയിന്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു അതൊരു മിഡ് പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ പി ഈസ് ടു പി ബി എന്നുള്ള റേഷ്യോ എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ റേഷ്യോ എ പി ഈസ് ടു പി ബി? പി മിഡ് പോയിന്റ് എന്നുള്ള കൃത്യമായി നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഫോമുല ആൻസർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായിരിക്കും എ പി ഈസ് ടു പി? അനശ്വര
Sir, 1:1 ആണോ? 1:1. വെരി ഗുഡ്. ഇറ്റ് വിൽ ബി 1:1. കാരണം എന്താ റേഷ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, AP:PB എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റേഷ്യോ നമ്മൾ എങ്ങനെ ഫ്രാക്ഷനിലേക്ക് എഴുതാ അബിയ? AP:PB ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ എന്താ വരിക? AP ഡിവൈഡഡ് ബൈ PB. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു AP എന്നുള്ള ലെങ്ത്തും PB എന്ന ലെങ്ത്തും സെയിം ആണ്. കാരണം P മിഡ് പോയിന്റ് മൊത്തം 10 ആണെങ്കിൽ 5 ആയിരിക്കും ലെങ്ത് അല്ലേ? മൊത്തം ലെങ്ത് ഇപ്പോൾ ഒരു 20 സെന്റിമീറ്റർ ആണെങ്കിൽ 2 പോർഷൻ 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 2 ലെങ്ത്തിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 1/1 എന്ന് കിട്ടും. റേഷ്യോ 1:1 ആണ്. റേഡിയോ അപ്പൊ ഇൻ ദ കേസ് ഓഫ് മിഡ് പോയിന്റ് റേഷ്യോ 1:1 ആണ്. എന്നാൽ ഈ P എന്ന പോയിന്റ് കൃത്യം നടുക്ക് തന്നെ വന്നെന്ന് യാതൊരു നിർബന്ധമില്ല. ശ്രദ്ധിച്ച് കേൾക്കട്ടെ ഞാൻ പറയുന്നത്. സംടൈംസ് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ സെഗ്മെന്റ് AB. ഈ AB എന്ന ലൈനിന്റെ ഉള്ളിൽ കൃത്യം നടുക്ക് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ മിഡ് പോയിന്റ് എന്ന് പറയും. ഇപ്പൊ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്താൽ മിഡ് പോയിന്റ് എന്ന് പറയും അല്ലെ? ഇനി ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ ഇൻഫിനിറ്റ് സ്ഥലങ്ങളിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം, എന്തോരം വേണമെങ്കിലും മാർക്ക് ചെയ്യാം. മിഡ് പോയിന്റ് അല്ലാത്ത ആയിരക്കണക്കിന് 10,000 പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? റൈറ്റ്? ഓക്കെ. സെന്ററിൽ നിന്ന് ഒരല്പം മാറിയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ മാർക്ക് ചെയ്യുന്ന പോയിന്റ് മിഡ് പോയിന്റ് അല്ല, അതിന് നടുക്കുന്ന ഒരല്പം മാറിയാണെങ്കിൽ റേഷ്യോ 1:1 എന്ന് പറയാൻ പറ്റുമോ തഫ്സിയ? Can we use that ratio 1:1? പറ്റില്ല. റേഷ്യോ മാറും. ഓക്കെ. അപ്പൊ അങ്ങനെ റേഷ്യോ മാറിക്കഴിഞ്ഞാൽ 1:1 അല്ലാതെ വേറെ ഏതെങ്കിലും റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഇങ്ങനെ പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ P എന്നുള്ള പോയിന്റ്. ഈ P എന്ന പോയിന്റ് ലൈനിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 2:3 ആന്നിരിക്കട്ടെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ 1:2. ഈ 1:2 എന്നൊക്കെ പറയാൻ എന്താ അർത്ഥം എന്ന് മനസ്സിലാക്കണം കേട്ടോ. AP:PB എന്നുള്ളത് 1:2 ആണ് എന്ന് പറയാൻ എന്താ അതിന്റെ മാത്തമാറ്റിക്കൽ മീനിങ് എന്ന് പറയാം ആർക്കെങ്കിലും? AP:PB ഈസ് 1:2 എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഫാത്തിമ തീർച്ചയായിട്ടും ഒരു അസംഷൻ കറക്റ്റാണ്. AP-യുടെ ഡബിൾ ആണ് PB. AP-യുടെ ഡബിൾ ആണ് PB. കാരണം AP1 PB2 എന്നാണ് കൊടുത്തേക്കുന്നത്. PB ഈസ് ഡബിൾ ഓഫ് AP എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. വേറെ എനി അതർ ആംഗിൾ ആ മൊത്തം ലൈനെ കണക്ട് ചെയ്തിട്ട് ആർക്കെങ്കിലും AP-യുടെ ഡബിൾ ആണ് PB എന്നുള്ളത് ഓക്കെ. വേറെ എനി 1:2 എന്നുള്ള റേഷ്യോയുടെ മീനിങ്? anyone ആർക്കും കിട്ടിയില്ല? എന്തെങ്കിലും ഐഡിയ AP:PB 1:2 എന്നുള്ള കണക്ട് ചെയ്യാൻ? ഒരു രക്ഷയില്ല. അത് 3 പാർട്ടാണ്, അതിലൊരു പാർട്ടാണ് ഇത് AP. കംപ്ലീറ്റ് ലൈനിനെ കണക്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഡെഫിനിഷൻ അതാണ്. അതായത് ഈ കംപ്ലീറ്റ് ലൈനിനെ 1:2 എന്ന് പറഞ്ഞാൽ ഇഫ് യു ഡിവൈഡ് AB into 3 parts, 1 part will be AP. ഈ 3 പാർട്ടിന്റെ ഒരു പാർട്ട് AP ആയിരിക്കും. ആൻഡ് 2 റിമൈനിങ് പാർട്സ് വിൽ ബി PB. ഇതാണ് ഇതിന്റെ മറ്റൊരു ഡെഫിനിഷൻ. മനസ്സിലായോ? മൊത്തം ലൈനിനെ 3 ആക്കി ഡിവൈഡ് ചെയ്താൽ ഒരു പോർഷൻ AP-യും 2 പോർഷൻ PB-യും വരും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ശരി, അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ. സപ്പോസ് ഇവിടെ വേറൊരു ലൈൻ സെഗ്മെന്റ്, ഓക്കെ, വേറെ ലൈൻ സെഗ്മെന്റ് ഇങ്ങനെ നമുക്കുണ്ട്, സം CD, and here we have a point P such that divides in the ratio 2:3. എന്തായിരിക്കും ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കേൾക്കട്ടെ. ഫസ്റ്റ് ചിന്തിച്ചു നോക്കി, എന്തായിരിക്കും ഇതിന്റെ മീനിങ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിന്തിക്കണം കേട്ടോ. എന്തായിരിക്കും ഇതിന്റെ മീനിങ്? ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. CD ആണ് ലൈൻ, P അതിനെ ഡിവൈഡ് ചെയ്യുന്നു, റേഷ്യോ 2:3 ആണ്. എന്തായിരിക്കും അതിന്റെ മീനിങ്? ഓക്കെ, പറയും ഫാത്തിമ ഷെർവാൻ, എന്താണ് അതിന്റെ മീനിങ്?
CD 5 parts, 2 പാർട്ട് CP, 3 പാർട്ട് PD. അബ്സല്യൂട്ട്ലി. ഈ കാണുന്ന CD എന്ന ലൈനെ 5 പീസാക്കി മുറിച്ചാൽ അതിൽ 2 പോർഷൻ CPയും 3 പോർഷൻ PDയും ആയിരിക്കും. പിടിയോ? അപ്പൊ ഇതാണ് നമ്മളുടെ റേഷ്യോ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അതായത് ഒരു ലൈനിനെ ഒരു പോയിന്റ് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു ഇൻ എ പർട്ടിക്കുലർ റേഷ്യോ. പിടിയോ? ശരി. അപ്പൊ നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ എന്താണെന്ന് കേട്ടോ, നമ്മുടെ ടോപ്പിക്കില് നമുക്ക് ഈ കാണുന്ന സിയുടെ കോർഡിനേറ്റ് തന്നിട്ടുണ്ടാവും. ഓക്കെ, ഡിയുടെ കോർഡിനേറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. ഈ CD എന്ന ലൈനിനെ P ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോയും തന്നിട്ടുണ്ടാവും. നമുക്ക് ഈ പിയുടെ കോർഡിനേറ്റ് ആരാന്ന് കണ്ടുപിടിക്കണം. മിഡ് പോയിന്റ് ചെയ്ത പോലെ തന്നെ മിഡ് പോയിന്റ് കോർഡിനേറ്റ് കണ്ടുപിടിച്ച പോലെ തന്നെ വി ഹാവ് ടു ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് P പ്രൊവൈഡഡ് കോർഡിനേറ്റ് ഓഫ് ദ എൻഡ് പോയിന്റ്സ് വിൽ ബി ഗിവൺ ആൻഡ് ദ റേഷ്യോ വിൽ ഓൾസോ ബി ഗിവൺ. ഇങ്ങനെ തന്നാൽ എങ്ങനെ മിഡ് പോയിന്റ് റേഷ്യോ കണ്ടുപിടിക്കാം, സോറി മിഡ് പോയിന്റ് അല്ല, P എന്ന പോയിന്റ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താ നമ്മുടെ ഡിസ്കഷൻ എന്നുള്ള ക്ലിയർ ആയോ എല്ലാവർക്കും? ശരി. അപ്പൊ താഴേക്ക് ശ്രദ്ധിച്ചോട്ടോ, ഞാൻ പറയാം. നമ്മളിത് ഒരു എക്സാമ്പിളിലൂടെ നമ്മളുടെ ഇതിന്റെ ആക്ടിവിറ്റി നമ്മൾ ചെയ്യില്ല, കാരണം സിമിലർ ട്രയാങ്കിൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് ഫോമിൽ എത്താൻ വലിയ പ്രയാസം എന്നല്ല, നിങ്ങൾ സിമിലാരിറ്റി 9th പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യില്ല. നമ്മൾ കുറെ സമയം അതിൽ കളയുന്നുണ്ട്. ഇപ്പൊ മിഡ് പോയിന്റ് ഫോമിലേക്ക് ഡിറൈവ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതാണ്. അപ്പൊ ഇവിടെയും നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ പറ്റാന്ന് വെച്ചാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സംഭവം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഫോമുല ഡെറിവേഷനിലേക്ക് നമ്മൾ പോവില്ല, വേറെ മെത്തേഡ് നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ. ഓക്കെ, റൈറ്റ്. ശ്രദ്ധിച്ചു. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ, ഇനി നമുക്ക് ആക്സിഡന്റ്. ഇത് സ്കൂളിൽ പഠിപ്പിച്ച എവിടെയൊക്കെ ഉണ്ട്? ക്വസ്റ്റ്യൻ ചോദിക്കൊന്നുമില്ല, പേടിക്കണ്ട, ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം. ഓക്കെ, ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടിയാണേ. ശബന, നിങ്ങൾക്ക് ഇതിന്റെ ഫോമുല ഒരു ഏത് മെത്തേഡിലാണ് പഠിപ്പിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. x is equal to x1 plus x2 minus x1 into u by u plus v. ഓക്കെ ഫൈൻ. 2 ഫോമുലാസ് ഉണ്ട് ഇതിന്, അതുകൊണ്ടാണ് ഉള്ളത്. ഒരു ഫോമുല എന്ന് പറയുന്നത് x ഈക്വൽ ടു m1 x2 പ്ലസ് m2 x1 ബൈ m1 പ്ലസ് m2, അല്ലെങ്കിൽ ux1 പ്ലസ് vx2 ബൈ u പ്ലസ് v എന്നും. വേറെ ഫോമുല ഇപ്പോൾ ശബന പറഞ്ഞാൽ x ഈക്വൽ ടു x1 പ്ലസ് x2 മൈനസ് x1 ഇൻറ്റു u ബൈ v പ്ലസ് w എന്നും, സോറി u പ്ലസ് v എന്നും ഒരു ഫോമുല ഉണ്ട്. ഏതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയായിരുന്നു. രണ്ടും കറക്റ്റാണ്, രണ്ടും തെറ്റൊന്നുമില്ല. ഇവിടെ നമുക്ക് ഇതിന്റെ കോർഡിനേറ്റ് ആക്സിഡന്റ് നിങ്ങൾ സപ്പോസ് ചെയ്യാം. ഓക്കെ, ഇതില് വി ഹാവ് എ ലൈൻ സെഗ്മെന്റ് ഹിയർ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഈ കാണുന്നതിൽ എനിക്കൊരു ലൈൻ സെഗ്മെന്റ് ഇത് ഇങ്ങനെയുണ്ട്. ഇതാണ് ലൈൻ സെഗ്മെന്റ്. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന ഐഡിയ ഉള്ളൂ. ഇതാണ് നമ്മുടെ ലൈൻ സെഗ്മെന്റ്. ഓക്കെ, കാണാമല്ലോ അല്ലേ, ഒരു ഗ്രീൻ കളറിൽ ലൈൻ സെഗ്മെന്റ് വിസിബിൾ അല്ല എല്ലാവർക്കും? ബ്ലാക്ക് ആക്സിസും ഗ്രീൻ കളർ ലൈൻ സെഗ്മെന്റും, റൈറ്റ്? ഓക്കെ, അപ്പൊ ഈ കാണുന്ന പോയിന്റ് 20, ഈ കാണുന്ന പോയിന്റ് 80. ഓക്കെ, എന്നിട്ട് എനിക്കിത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ്, അപ്പൊ ഇത് എ, ഇവിടെ നമുക്ക് ബി, ഇവിടെ നമുക്ക് പോയിന്റ് പി ഉണ്ട്. എനിക്ക് കിട്ടേണ്ടത് ഈ പി എന്ന പോയിന്റ് കോർഡിനേറ്റ് ആണ്, സച്ച് ദാറ്റ് ഇവൻ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 1:2 ആണ്. അതായത് എ പി ഈസ് ടു പി ബി ഈക്വൽ 1:2 ആണ്. നമ്മൾ ഇത്ര പാർട്ടാക്കി മുറിക്കും എന്നൊക്കെ പറഞ്ഞു വെച്ച് ചിന്തിച്ചോളണം കേട്ടോ. ഇതാണ് എനിക്ക് തന്നിരിക്കുന്നത്, കുഴപ്പമില്ലല്ലോ. ഈ പറഞ്ഞ ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ എ ഉണ്ട്, ബി ഉണ്ട്, പി എന്നുള്ള പോയിന്റ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഉണ്ട്, പിയുടെ കോഓർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതെങ്ങനെ കണ്ടെത്തുന്ന നമ്മുടെ ഡിസ്കഷൻ. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ മൂവ് ചെയ്യുന്ന മെത്തഡോളജി നിങ്ങൾ ശ്രദ്ധിച്ചു കയറോ കേട്ടോ. നേരെ നമ്മൾ പറഞ്ഞു ഈ 1:2 എന്ന റേഷ്യോയുടെ മീനിങ് എന്താണ്. അഞ്ചിത എന്തായിരുന്നു റേഷ്യോയുടെ മീനിങ്? സാർ 1:2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് രണ്ടിനെയും പപ്പാതിച്ചേക്കണതിന്റെ പപ്പാതിയാണെങ്കിൽ 1:1 ആണ് മിഡ് പോയിന്റ്. 1:2 എന്ന റേഷ്യോയുടെ മീനിങ് എന്താണെന്ന് ഞാൻ ചോദിച്ചത്. അത് ഒന്നിന്റെ 2 ഇരട്ടി ഉണ്ട്. അതിനേക്കാളൊക്കെ നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി കൃത്യം നമ്മൾ തൊട്ട് പോകുമ്പോൾ കഴിഞ്ഞ 15 മിനിറ്റ് അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. ടോപ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഈ 1:2 എന്ന റേഷ്യോ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എങ്ങനെയാ പിന്നെ ഡിഫൈൻ ചെയ്യാം? 3 പാർട്ടാക്കി
മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് രണ്ട് പാർട്ട് പി ബി ഒരു പാർട്ട് മൂന്ന് പാർട്ടാക്കി നമ്മൾ ആ ലൈനെ ഡിവൈഡ് ചെയ്താൽ 1:2 ആയതുകൊണ്ടാട്ടോ 3 പാർട്ട് വന്നേ. 3 പാർട്ടാക്കി ഡിവൈഡ് ചെയ്താൽ ഒരു പാർട്ട് എ പിയും 2 പാർട്ട് ബി പിയും ആയിരിക്കും. ഓക്കെ, ഇനി വളരെ സിമ്പിൾ ആണ്, ഞാൻ പറയുന്ന രീതി തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിസ്സാര സംഭവമേ ഉള്ളൂ. എൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എ ബി എന്ന ഡിസ്റ്റൻസ് എത്രയാണ്? എ ബി എന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? എ ബി ആട്ടോ, എ ബി ശ്രദ്ധിച്ച് ആലോചിച്ച് പറഞ്ഞേ. എ ബി എത്രയായിരിക്കും? എ ബി സ്വാലിഹ? സ്വാലിഹ 6 ആയിരിക്കും. എ ബി എന്നുള്ള 6 യൂണിറ്റ്. കാരണം ഇവിടെ 80, ഇവിടെ 20. 8 - 2 6 എന്ന ഡിസ്റ്റൻസ് കിട്ടും. കുഴപ്പമില്ലല്ലോ. ശരി, എ ബി എന്ന ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ അതിനപ്പം നിങ്ങൾ റേഷ്യോ ആലോചിച്ച് നോക്കി. 1:2 എന്ന് പറയുമ്പോൾ മൊത്തം ലെങ്തിനെ 3 പാർട്ടാക്കി നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഒരു പാർട്ട് എ പിയും 2 പാർട്ട് ബി പിയും. ശരിയല്ലേ? ഇതല്ലേ നമ്മൾ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇനി അതിന്റെ കുറിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. എ പി എന്ന ലെങ്ത് എത്രയായിരിക്കും? ബി പി എന്ന ലെങ്ത് എത്രയായിരിക്കും? എ പി എത്രയായിരിക്കും? ബി പി എത്രയായിരിക്കും? വളരെ സിമ്പിളാ. അല്ല സാബിത പറഞ്ഞടാ. AP2-ഉം PB4-ഉം. അബ്സല്യൂട്ട്ലി. AP2-ഉം BP4-ഉം ആയിരിക്കും. 2-ഉം 4-ഉം വരാൻ കാരണം വളരെ സിമ്പിൾ ആട്ടോ. മൊത്തം 6 യൂണിറ്റ് 3 ആക്കി തിരിക്കാന്ന് പറയുമ്പോൾ 2, 2, 2 അല്ലേ? അതിൽ ഒരു പാർട്ട് എ പി, അപ്പൊ അത് 2 പാർട്ട് ബി പി, 2, 2 കൂട്ടുമ്പോൾ 4. ഒറ്റ ചോദ്യം കൂടെ അൽസാബിന്റെ, ഈ 2 കിട്ടിയത് എങ്ങനെയാണ്? അതൊന്ന് പറഞ്ഞു. 3 പാർട്ടായിട്ട് തിരിച്ചിട്ട് ഒരു പാർട്ട് എന്ന് പറയുമ്പോൾ 2 ബാലൻസ് 2 പാർട്ട് 4. അതായത് മൊത്തം നമുക്കുള്ളത് 6 യൂണിറ്റ് ആയിരുന്നു. 6 യൂണിറ്റിന്റെ 1/3 ശരിയല്ലേ? നമുക്ക് 2 എന്ന് വന്നത്. റൈറ്റ്? 6 യൂണിറ്റ് 1/3. അപ്പൊ എനിക്ക് ഇവിടെ ഡിസ്റ്റൻസ് ഞാനിവിടെ എഴുതാം കേട്ടോ. എനിക്കിവിടെ 2 യൂണിറ്റ് ആണ് ഡിസ്റ്റൻസ്. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞു, പി എന്നുള്ള പോയിന്റ് ആരായിരിക്കും? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം അല്ലേ? നിഷാന സിയാദ് ഒന്ന് പറഞ്ഞേ, എന്തായിരിക്കും പിയുടെ കോർഡിനേറ്റ്സ്? 2 4 ആണോ? ഒന്നോട് ആലോചിച്ച് നോക്കി. A20 ആയ പി ആരായിരിക്കും? A20 ആണ്, പി ആരായിരിക്കും? 40. കാരണം ഓൾറെഡി 20 കിടക്കുന്ന 2 യൂണിറ്റ് ഇപ്പുറത്തേക്ക് മാറി. അപ്പൊ ഈ പോയിന്റ് 40 ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ നമ്മളിവിടെ ചെയ്ത് ശരിക്കും ആ പ്രൊസീജിയർ നിങ്ങൾ ഒന്നോടെ മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ എന്താ ചെയ്തെന്ന് നോക്കി. ആദ്യം നമ്മൾ എ ബി എന്നുള്ള ലെങ്ത് കണ്ടുപിടിച്ചു. ശരിയല്ലേ? എന്നിട്ട് എ ബിയുടെ 1/3 എത്രയാണ്? അപ്പൊ അതിന് 1/3 ഇൻറ്റു ലെങ്ത് ഓഫ് എ ബി ചെയ്തു. ശരിയല്ലേ? എന്നിട്ട് ആ കിട്ടിയ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്തു? ഈ കിട്ടിയ ഡിസ്റ്റൻസിനെ ഈ പോയിന്റിന്റെ കൂടെ ആഡ് ചെയ്തു. റൈറ്റ്? ഇതാണ് ഇപ്പൊ നമ്മൾ ചെയ്ത പ്രൊസീജിയർ. ഓക്കെ, ഈ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഫോർമുലയാക്കുക. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രൊസീജിയർ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഫോർമുലയാക്കി മാറ്റും. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയട്ടോ പ്രൊസീജിയർ. ആദ്യം നമ്മൾ ലെങ്ത് കണ്ടുപിടിച്ചു. ലെങ്ത് ഓഫ് എ ബി നമ്മൾ കണ്ടുപിടിച്ചു. ലെങ്ത് ഓഫ് എ ബി കിട്ടിക്കഴിഞ്ഞിട്ട് ലെങ്ത് ഓഫ് എ പി കണ്ടുപിടിച്ചു. അപ്പൊ ലെങ്ത് ഓഫ് എ പി കിട്ടാൻ വേണ്ടി ചെയ്ത പണി ഓർത്തോളണം. ആ റേഷ്യോ എങ്ങനെയാണോ വന്ന റേഷ്യോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ലെങ്ത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? കോർഡിനേറ്റ് കിട്ടാൻ വേണ്ടി ഈ ലെങ്ത് ഓഫ് എ പി നമ്മൾ എയുടെ എക്സ് കോർഡിനേറ്റിന്റെ കൂടെ ആഡ് ചെയ്തു. എയുടെ എക്സ് കോർഡിനേറ്റിന്റെ കൂടെ നമ്മൾ ഈ ലെങ്ത്തിനെ ആഡ് ചെയ്തു. അല്ലെന്ന് ആലോചിച്ച് നോക്കി. ഇതിന്റെ പ്രൊസീജിയർ ആലോചിച്ച് നോക്കി. എ ബി കണ്ടുപിടിച്ചു, എ പി കണ്ടുപിടിച്ചു. എ പി എന്നുള്ള ലെങ്തിനെ ഇവന്റെ എക്സ് കോർഡിനേറ്റിന്റെ കൂടെ ആഡ് ചെയ്തു. റൈറ്റ്? ക്ലിയർ ആണോ? ശരി, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോ. സപ്പോസ് നമുക്ക് ഇതിന് പകരം ഇപ്പൊ ഒരു വൈഡ് ഒരു എക്സാമ്പിൾ എടുക്കാം. ഇതെങ്ങനെ? നമ്മുടെ വൈ ആക്സിസ് ഇവിടെ അഗെയിൻ തൊട്ട് മുന്നേ ചെയ്താൽ നമുക്ക് ഒരു ഗ്രീൻ കളർ ലൈൻ എടുക്കാം. ഇതാണ് എൻ്റെ ലൈൻ. ഈ ലൈനിൽ 2 എൻഡ് പോയിന്റ്സ് ഉണ്ട്. ഈ കാണുന്ന പോയിന്റ് ഒരു 30 ആണ്. സോറി 03 ആണ്. വൈ ആക്സിസ് അല്ലേ? ഹിയർ വി ഹാവ് 03 and here we have
018. കുഴപ്പമില്ലല്ലോ. 0.3യും 0.18 പോയിന്റ് കേട്ടോ. ഈ പോയിന്റ് എ ആണ്, ഇവിടെ ബി. നമുക്കൊരു പോയിന്റ് ഉണ്ട് പി. പി ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് AP is to PB 2:3 ആണ്. 2:3. റൈറ്റ്. പീരിയഡ് ആവും. ഒന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് ആലോചിച്ച് പി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. തെറ്റിക്കോട്ടെ, ഡെസിൻ മാറ്റർ. അത്യാവശ്യം വേണ്ട ഡാറ്റാസ് ഞാൻ തന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഞാൻ തരാം. പിയുടെ കോർഡിനേറ്റ്സ് കിട്ടാൻ വരയ്ക്കണമെന്നൊന്നുമില്ല, വരച്ചില്ലെന്നും പ്രശ്നമൊന്നുമില്ല. കാരണം റഫ് വർക്ക് അല്ലേ, കൃത്യമായ ഡാറ്റ ബോർഡിലുണ്ടല്ലോ. വേണമെങ്കിൽ വരച്ചോട്ടോ, പെട്ടെന്ന് വേണമെങ്കിൽ ഫ്രീ ഹാൻഡിൽ വരച്ചോ, പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ശ്രദ്ധിച്ചൊന്ന് ആലോചിച്ച് ചെയ്യണേ. ഒരു മിനിറ്റ് കേട്ടോ മാക്സിമം. ഓക്കെ, റൈറ്റ്. ഇത് മതി. ഒന്ന് പറയാൻ കേൾക്കട്ടെ. ആൻസർ കിട്ടിയോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല കേട്ടോ. കാരണം ടോപ്പിക്ക് തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ ഫോമിലൊന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് നമുക്കൊരു ഒരു സ്പാർക്ക് കിട്ടിയിട്ടുണ്ടോ അറിയാൻ വേണ്ടി മാത്രമാണ്. ഒന്ന് പറഞ്ഞു നോക്കി ആൻസർ. ലെറ്റ് മീ ആസ്ക്. എൽദോസെ കിട്ടിയോടാ? കേട്ടില്ല എൽദോസെ? കേൾക്കുന്നില്ലോടാ. അച്ചു കിട്ടിയിട്ടില്ല അവർക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. സർ കിട്ടിയിട്ടില്ല. വാട്ട് അബൌട്ട് ഫാത്തിമ ഫൈറൂസ്? 0.5. അയാൻ? സാർ 0.5. 0.5 തന്നെ. ഹാരിസ്? സാർ 0.5. 0.5 തന്നെ, മാറ്റമൊന്നുമില്ല. ഫാത്തിമ ടി എൻ? 0.5 തന്നെ. Then അമാന? കിട്ടിയിട്ടില്ല. എങ്ങനെ കിട്ടുന്നു നമുക്കൊരു ഐഡിയ കത്തിയിട്ടില്ല. ലെറ്റ്സ് ട്രൈ. ആഷ്ന? 0.5. അരീന? 0.6 ആണോ? 0.6. ഓക്കെ, 0.5 0.6 അങ്ങനെയൊക്കെയാണ് ആൻസർ നിൽക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്ന് പറഞ്ഞേ എങ്ങനെ ചെയ്തെന്ന് കേക്കട്ടെ. അയാൻ എന്താ ചെയ്ത ഇവിടെ ആൻസർ കിട്ടാൻ വേണ്ടി? 18 കുറച്ചു 3. 18 കുറച്ചപ്പോ നമുക്ക് ലെങ്ത് ഓഫ് എ ബി കിട്ടി. ഓക്കെ, അപ്പൊ ലെങ്ത് ഓഫ് എ ബി എത്രടാ വന്നേ? 5. ലെങ്ത് ഓഫ് എ ബി 5ഓ? 18 3 കുറച്ചാലോ? നിങ്ങളത് 8 ആണോ എടുത്തേ? 8 ആണോ എടുത്തേ? 8. ഓക്കെ, ഐ ആം സോറി. 8 ആണ് നിങ്ങൾ പറഞ്ഞ ആൻസർ. ഞാൻ 18 ആണ് ഉദ്ദേശിച്ചത് കേട്ടോ, സോറി. എല്ലാവരും 8 ആണോ എടുത്തത്? എല്ലാവരും? അതെ സാർ. ശരി പോട്ടെ. 18 വെച്ചിട്ട് ഞാൻ ഒന്ന് പറയാം. 18 വെച്ചിട്ട് ഞാൻ ഒന്ന് ഡിഫൈൻ ചെയ്യാം. നിങ്ങൾ പറഞ്ഞ മെത്തേഡിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ലെങ്ത് ഓഫ് എ ബി എടുക്കുമ്പോൾ 18 - 3 നമുക്ക് 15 വരും. നിങ്ങൾക്ക് അത് 5 എന്നാണ് കിട്ടിയത് അല്ലേ? കുഴപ്പമില്ല. ഇനി എന്താ ഞാൻ അടുത്ത സ്റ്റെപ്പ്? ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്തത് എന്താ ചെയ്യേണ്ടത്? ലെങ്ത് കിട്ടി, അടുത്തത്
ഇനി അത് ഇത് തിരിക്കണം 3 ഇവിടെ നമുക്ക് AP കിട്ടണം. 3 തിരിച്ചാൽ മതി ഇവിടെ. നീ 5 എങ്ങനെ 3 തിരിച്ച് കേൾക്കട്ടെ. നിങ്ങൾ 5 വെച്ചാണല്ലോ ചെയ്തേ, കുഴപ്പമില്ല. 5 എങ്ങനെ 3 തിരിച്ച്? 5 തിരിച്ചില്ല, ആ പീരീഡ് മാത്രമേ ഉള്ളൂ. AP എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു. AP എങ്ങനെ കിട്ടി? 5 ഉം 8 ഉം കുറച്ചപ്പോ 8 3 കുറച്ചപ്പോ 5 എന്നുള്ള ലെങ്ത് കിട്ടി. എന്നിട്ട് അവിടെ 50 വന്ന എങ്ങനെയാന്ന് എന്റെ ചോദ്യം. അതിന്റെ ഇടയിലുള്ള ഡിഫറൻസ്, അതായത് ഈ ഡിഫറൻസ് 5 ആയപ്പോ നേരെ 0.5 കയറ്റി എഴുതി, അങ്ങനെയാണോ ചെയ്തേ? അങ്ങനെയാകുമ്പോ നമുക്ക് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ പ്രശ്നം നോക്കാം. അമ്മാന ജോലി എന്താ നെക്സ്റ്റ് ചെയ്തേ? സോറി, അമ്മാന കിട്ടില്ല എന്നല്ലേ പറഞ്ഞേ. ഇവിടെ നമ്മൾ ഇനി അടുത്ത എന്താ ചെയ്യുക? ഈ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ ഫാത്തിമ ചെയ്യാൻ? അതിനെ 5 ആക്കി ഡിവൈഡ് ചെയ്യണം. അതിനെ 5 ആക്കി ഡിവൈഡ് ചെയ്യണം. നമുക്ക് കിട്ടുന്ന ലെങ്തിനെ 5 ആക്കി ഡിവൈഡ് ചെയ്യണം. ആ 5 എത്ര പോർഷൻ AP ഉള്ള? 2 പോർഷൻ. അപ്പൊ 5 ആക്കി ഡിവൈഡ് 2 എന്ന് പറയുമ്പോൾ എളുപ്പം എങ്ങനെയാണെന്ന് പിള്ളേരെ? ലെങ്ത് ഓഫ് AP കിട്ടാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് മൊത്തം 5 പോർഷനിലെ 2 പോർഷനാണ് AP. കണ്ടോ? മൊത്തം ലെങ്ത്തിന്റെ 5 പോർഷനിലെ 2 പോർഷനാണ് AP. അപ്പൊ 2/5 ഇൻറ്റു ദാറ്റ് ലെങ്ത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കട്ട് ചെയ്ത് കഴിയുമ്പോൾ 6 എന്ന് കിട്ടും. ഇപ്പൊ ഞാൻ ഈ ചെയ്ത് ഇപ്പൊ ഈ 0.18 കേസോട്ട് ഞാൻ പറയുന്നത് 6 കിട്ടും. ഇത് കിട്ടിയ പിന്നെ അടുത്ത നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പില് വാട്ട് ടു ഡു ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? നോർമൽ പ്രൊസീജിയറിൽ അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഫാത്തിമ ബീവി? 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതെന്തിനാണ്? അല്ലെങ്കിൽ PBയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. PBയുടെ ലെങ്ത് നമുക്ക് ഇപ്പൊ മൊത്തം 15 ആണ്. അപ്പൊ അതിലപ്പോ AP നമുക്ക് 6 കിട്ടി, PB നമുക്ക് 9 കിട്ടി. എന്താ ചെയ്യേണ്ട? അടുത്ത ലെങ്ത് കിട്ടിയാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? ലെങ്ത് കിട്ടിയ Pയുടെ കോർഡിനേറ്റ് എഴുതാം. നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പൊ ഇത് നമുക്ക് 6 യൂണിറ്റ് കിട്ടിയല്ലോ. അപ്പൊ Pയുടെ കോർഡിനേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? 3 6 ആഡ് ചെയ്യണം. അപ്പം 0.9 നമുക്ക് ആൻസർ ചെയ്യും. കണ്ടോ? ഇതാണ് ഈ കോർഡിനേറ്റിലേക്ക് എത്തുന്ന മെത്തഡോളജി. ഇതാണ് അതിന്റെ വഴി എന്ന് പറയുന്നത്. ഓക്കെ, ഈ സംഗതിയെയാണ് നമ്മൾ ഇനി ഒരു ഫോർമുല പോലെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എഴുതിയത് ഞാൻ ഒന്നോടെ ഡിഫൈൻ ചെയ്യാട്ടോ. നമ്മൾ ചെയ്ത കാര്യങ്ങൾ നോക്കി. എയുടെ y കോർഡിനേറ്റിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ആരെ ആഡ് ചെയ്യുന്നേ? ലെങ്ത് ഓഫ് AP നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഓക്കെ, തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തത് ആ പറഞ്ഞ പോയിന്റ് x കോർഡിനേറ്റിന്റെ കൂടെ ലെങ്ത് ഓഫ് AP ആഡ് ചെയ്തു. കറക്റ്റ് അല്ലേ? ഇതിനെയാണ് നമ്മൾ ഇനി ഒരു ഫോർമുലയാക്കി മാറ്റാൻ പോകുന്നത് കേട്ടോ. അതെങ്ങനെയാണെന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ലിസൺ കെയർഫുള്ളി. ഇപ്പൊ നമ്മൾ ചെയ്ത ABക്കൊക്കെ പകരം സപ്പോസ് എനിക്ക് ഇങ്ങനെ ലൈൻ ഉണ്ട്. അതായത് നമ്മുടെ x ആക്സ് y ആക്സ് ഒക്കെ അവിടെ കിടന്നോട്ടെ. സപ്പോസ് എനിക്ക് ഇതിങ്ങനെ ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ഓക്കെ, ഈ കാണുന്ന പോയിന്റ് x10യും ഈ കാണുന്ന പോയിന്റ് x20 വന്നിരിക്കട്ടെ AB. അങ്ങനെയാണെങ്കിൽ ഓരോ പോയിന്റും ശ്രദ്ധിച്ച് കേട്ടോളൂണ്ടോ. ലെങ്ത് ഓഫ് AB, ലെങ്ത് ഓഫ് AB എത്രയായിരിക്കും? ലെങ്ത് ഓഫ് AB വരെ അതിൽ ലെങ്ത് ഓഫ് AB x2 minus x1. അബ്സല്യൂട്ട്ലി. ലെങ്ത് നമുക്ക് കിട്ടുക x2 minus x1 എന്നാണ്. കുഴപ്പമില്ലല്ലോ. ശരി, ലെങ്ത് ഓഫ് AB x2 minus x1 ആണ്. എനിക്ക് ഇവിടെ ഒരു പോയിന്റ് P ഉണ്ട്. ഈ P എന്ന പോയിന്റ് നമ്മുടെ ലൈനിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ നേരത്തെ നമുക്ക് കൃത്യം 1:2 2:3 എന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഇത്തവണ റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത് UV അല്ലെങ്കിൽ MN എന്നൊക്കെ അത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പല സിമ്പിളുകൾ അതിന് ഉപയോഗിക്കാറുണ്ട്. എന്ത് സിമ്പിളും ആയിക്കോട്ടെ. ഇത് നമ്മുടെ 1:2 അല്ലെങ്കിൽ 2:3 അല്ലെങ്കിൽ 3:5 എന്നൊക്കെ പറയുന്നത് പോലെ 2 ന്യൂമറിക്കൽ വാല്യൂസ് ആണ്. അതിന് യുവും വിയും വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്തു എന്ന് മാത്രം. പറഞ്ഞ ക്ലിയർ ആയോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇനിയാണ് നമ്മളുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എനിക്കിവിടെ കിട്ടേണ്ടത് ലെങ്ത് ഓഫ് AP ആണ് എനിക്ക് കിട്ടേണ്ടത്. APയുടെ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റും. AB മൊത്തം x2 minus 1 ആണ്. AP എന്ന ലെങ്ത് എങ്ങനെ കിട്ടും? U:V ആണ് റേഷ്യോ. 1-2 എക്സാമ്പിൾസ് ഞാനൊന്ന് കണക്ട് ചെയ്യാം. ഇതിനു മുമ്പ്
റേഷ്യോ 1:2 ലെങ്ത് 6 നമുക്ക് കിട്ടിയത് 1/3 × 6 എന്നാണ്. റേഷ്യോ തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ 2:3 ലെങ്ത് 15 നമുക്ക് കിട്ടിയത് 2/5 × 15 എന്നാണ്. ഇപ്പോൾ റേഷ്യോ u:v ആണ്, ഡിസ്റ്റൻസ് x2 - x1 ആണ് എങ്കിൽ ലെങ്ത് ഓഫ് AP നമുക്ക് എങ്ങനെ എഴുതാം? ആ ഡേറ്റ ഒന്ന് കൃത്യമായി നോക്കിയാൽ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആ ഡേറ്റ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇല്ല റുക്സാന പറ. u/v u plus v into x2 minus x1. Absolutely. u/u plus v into x2 minus x1. ശരിയല്ലേ? u/2 സം into the distance. Am I right? അപ്പൊ നമുക്ക് എന്ത് കിട്ടി നോക്കി? AP എന്നുള്ള ലെങ്ത് കിട്ടിയിട്ടുണ്ട്. ഈ AP എന്ന ലെങ്ത് u/u plus v into ആരാണ്? x2 minus x1 ആണ്. ക്ലിയർ? ഇനി സിമ്പിൾ ആയിട്ട് ചിന്തിക്കണം. നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. സംഭവം സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇപ്പൊ നമുക്ക് ഈ കാണുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് അറിയാം. ഈ കാണുന്ന പോയിന്റ് x1 ആണ്. ഈ പോയിന്റിൽ ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ദൂരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പോയിന്റും മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസും കിട്ടിക്കഴിഞ്ഞാൽ പുതിയ ആളുടെ കോർഡിനേറ്റ് എങ്ങനെ സാധാരണ കണ്ടുപിടിക്കുക? എന്ത് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്? സാധാരണ കണ്ടുപിടിക്കുക എന്ത് ചെയ്യാം? നോർമലി എന്താ ചെയ്യണ്ടേ? ഈ രണ്ടുപേരും നമ്മൾ ആഡ് ചെയ്താൽ മതി സാധാരണ, അല്ലെ? ഇവന്റെ കോർഡിനേറ്റ് നമുക്കറിയാം, ഡിസ്റ്റൻസ് പറയാം. ഇപ്പൊ നിങ്ങൾ നോക്കി, നമുക്ക് അറിയാവുന്ന കോർഡിനേറ്റ് x1, ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആൾ u/u plus v into x2 minus x1. അപ്പൊ നമുക്ക് പിയുടെ എക്സ് കോർഡിനേറ്റ് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? നിലവിലുള്ള എക്സ് കോർഡിനേറ്റ് അത് x1 ആണ്, പ്ലസ് ഡിസ്റ്റൻസ് u/u plus v into x2 minus x1. കണ്ടോ? ഇനി ഇതുപോലെ തന്നെ സപ്പോസ് y കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടുക y1 പ്ലസ് ഇതുപോലെ തന്നെ u/u plus v into y2 minus y1. ഇതാണ് നമ്മൾ ഈ പറയുന്ന സെക്ഷൻ ഫോർമുല അല്ലെങ്കിൽ റേഷ്യോ. അതും അല്ലെങ്കിൽ the formula to find the coordinate of a point which divides a line segment in the ratio u:2. ഈ ഫോർമുല നമ്മൾ യഥാർത്ഥ പ്രൂഫ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കോംപ്ലിക്കേഷൻ ആണ്. നിങ്ങൾ ട്രയാങ്കിൾസിന്റെ ഐഡിയ ഒരല്പം ടച്ച് വിട്ട് പോയിട്ടുള്ളത് കൊണ്ട് അത് കോംപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ടാണ് ആ രീതിയിൽ നമ്മൾ പോകാത്തത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇത് അപ്ലൈ ചെയ്യാനൊക്കെ വളരെ സിമ്പിൾ ആട്ടോ, ഒരു ബുദ്ധിമുട്ടില്ല, നിസ്സാര സംഭവം ഇത് അപ്ലൈ ചെയ്യും. ഫോർമുല അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഫോർമുല ഒന്ന് പഠിക്കണം എന്നുള്ളത് മാത്രം അതിൽ പ്രശ്നമുള്ളൂ. പറയാമല്ലേ? താഴേക്ക് എഴുതിക്കോ നോട്ട്. Consider a line segment. Consider a line segment AB. Consider a line segment AB with the coordinates capital A x1 y1 and capital B x2 y2. Capital A x1 y1 and capital B x2 y2. എഴുതിയോ? Next sentence. Let P be a point, capital P ആട്ടോ. Let capital P be a point which divides the line segment in the ratio u:v. u:v.
ബ്രാക്കറ്റിൽ AP is to PB ഈക്വൽ ടു U is to. അതിനൊക്കെ ചില പ്രത്യേകതകളുണ്ട്. അതിന് എൻ്റെ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം കേട്ടോ. AP is to PB ഈക്വൽ U is to. എഴുതിയല്ലേ? നെക്സ്റ്റ് സെന്റൻസ്. Then the coordinates of P is given by. Then the coordinates of P, capital P, is given by x equal to x1 plus u divided by u plus v into x2 minus x1, y equal to y1 plus u by u plus v into y2 minus y1. u by u plus v into y2 minus y1. വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല. അടുത്ത എക്സസൈസിന് നമുക്ക് കംപ്ലീറ്റ് ആവശ്യമുള്ളത് ഈ ഫോർമുല കേട്ടോ. അടുത്ത എക്സസൈസ് ഫുൾ നമ്മൾ ചെയ്യുക ഈ ഫോർമുല വെച്ചിട്ടാണ്. ഈ ഒരൊറ്റ ഫോർമുല അടുത്ത എക്സസൈസിലേക്ക് നമുക്ക് വേണ്ടതുള്ളൂ. ഒന്നും ആവശ്യമില്ല. We just need this particular formula only for the next exercise. Okay. ഇനി ആ ഫോർമുലയിലെ ഓരോ ലെറ്റേഴ്സ് നമ്മളൊന്ന് പരിചയപ്പെടാനുണ്ട്. ലെറ്റേഴ്സ് പരിചയപ്പെടാന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ഈ x1 y1 x2 y2 ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അതായത് x1 y1 എന്നും പറഞ്ഞാൽ നമുക്ക് x1 y1 ഈക്വൽ ടു ഇന്നത് x2 y2 ഈക്വൽ ടു ഇന്നതെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലല്ലോ. ഏതൊരു പോയിന്റ് ഉണ്ടാവും, ബി ഒരു പോയിന്റ് റേഷ്യോ തന്നിട്ടുണ്ടാവും. ശരിയല്ലേ? ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇവിടെ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് x1 y1 ചൂസ് ചെയ്യുക, എങ്ങനെയാണ് x2 y2 ചൂസ് ചെയ്യുക, എങ്ങനെയാണ് u and v ചൂസ് ചെയ്യുക. ഇതിനു മുമ്പ് നമ്മൾ പല ടോപ്പിക്കിലും ഇതേ x1 y1 x2 y2 ഒക്കെ കണ്ടിട്ടുണ്ട്. ശരിയല്ലേ? ഏറ്റവും ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു സംഭവം എവിടെയാണ് കണ്ടത്? B1 was ഈ x1 y1 x2 y2 ഒക്കെ ഏറ്റവും ആദ്യം നമ്മൾ ഏത് ഫോർമുല പരിചയപ്പെട്ടെ? ഭീമ ഓർക്കല്ലേ? B1 was ആദ്യമായി നമ്മൾ x1 y1 x2 y2 ഒക്കെ പരിചയപ്പെട്ട ഏത് ഫോർമുല പഠിച്ചപ്പോഴാണ്? ഡിസ്റ്റൻസ് ഫോർമുല. അത് ഡിസ്റ്റൻസ് ഫോർമുലയിലായിരുന്നു. റൂട്ട് ഓഫ് x2 minus x1 whole square plus y2 minus y1 whole square. ഓക്കെ, രണ്ടാമത് x1 y1 x2 y2 ഒക്കെ നമ്മൾ കണ്ടത് അവിടെ ഏത് ഫോർമുല വന്നപ്പോഴാണ്? രണ്ടാമത് ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ, ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. രണ്ടാമത് അഫ്ര പറഞ്ഞോ, തെറ്റിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ ഓർമ്മയെന്ന് പറഞ്ഞാൽ മതി. മിഡ് പോയിന്റ് ഫോർമുല. അതിന് മുമ്പ് നമ്മൾ പാരലോഗ്രാമിൽ ഇയാളെ കണ്ടിട്ടില്ലേ? x1 plus x3 x2 plus x4 x1 plus y1 എന്നൊക്കെ പറഞ്ഞിട്ട് പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് വെർട്ടിസസിൽ. അത് കഴിഞ്ഞ് മിഡ് പോയിന്റ് ഫോർമുല x1 plus x2 by 2 y1 plus y2 by 2. ഈ സ്ഥലങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും പോയിന്റിൽ നമ്മൾ നിർബന്ധമായിട്ടും ഇന്ന ആളെ തന്നെ x1 y1 എടുക്കണം, ഇന്ന ആളെ തന്നെ x2 y2 എടുക്കണം. ഇങ്ങനെ ഒരു കണ്ടീഷനോ ക്ലോസോ നമ്മൾ എവിടെയെങ്കിലും വെച്ചിരുന്നോ? നമ്മൾ കുറെ ഫോർമുലാസ് പഠിച്ചു. ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചു, മിഡ് പോയിന്റ് ഫോർമുല പഠിച്ചു, പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സം എടുക്കുന്ന കേസ് പഠിച്ചു. ഏതെങ്കിലും കേസിൽ യു ഹാവ് ടു ചൂസ് ദിസ് പെർട്ടിക്കുലർ വെർട്ടെക്സ് ആസ് x1 y1, യു ഹാവ് ടു ചൂസ് ദിസ് വൺ ആസ് x2 y2 എന്ന് നിർബന്ധം നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ ഫാത്തിമ സുബൈർ? അങ്ങനെ നമ്മൾ കമ്പൽസറി ആയിട്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരു സ്ഥലത്തും നമ്മൾ പറഞ്ഞില്ല. നമ്മൾ എന്താ പറഞ്ഞേ? ഈ തന്നിരിക്കുന്ന രണ്ടുപേരിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ x1 y1 എടുക്കാം, അല്ലെ? മറ്റേ ആൾ നിങ്ങൾ x2 y2 എടുത്താൽ മതി, അത് തിരിച്ചെടുത്താലും തെറ്റിപ്പോവില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, റൈറ്റ്? ഇവിടെ ശ്രദ്ധിച്ച് കേട്ടോളണം, റേഷ്യോയുടെ ഫോർമുല അങ്ങനെയല്ല. നമുക്ക് ഇഷ്ടമുള്ള ആളെ ഒന്നും പോയി x1 y1 എടുക്കാൻ പറ്റില്ല. ഇവിടെ രണ്ട് പോയിന്റിൽ ആരാണ് x1 y1 ആരാണ് x2 y2 എന്നതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. x1 y1 x2 y2ന്റെ ചോയ്സ്, ഈ x1 y1 x2 y2ന്റെ ചോയ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് റേഷ്യോനെയാണ്. റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്യും ആരെ x1 y1 എടുക്കണം, ആരെ x2 y2 എടുക്കണം. എങ്ങനെയാന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം, ശ്രദ്ധിച്ചോ. അപ്പൊ നമുക്കൊരു ലൈൻ ചെക്ക്. നിങ്ങൾ എന്റെ കൂടെ എഴുതിക്കോ താഴെ, എന്റെ കൂടുതൽ നിങ്ങൾ എഴുതിക്കോട്ടോ.
Consider a line segment AB. Consider a line segment AB with the coordinates 2, 3 and 8, 6 respectively. 2, 3 and 8, 6 respectively. Next sentence. If capital P divides capital CAPATAL book if capital P divides AB in the ratio 1:2, AB in the ratio 1:2, comma, find the coordinates of P. Find the coordinates of P. ഇതെങ്ങനെ പ്രോബ്ലം ചെയ്യണമെന്നാ പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രോബ്ലം തെറ്റിപ്പോകും. If capital P divides, ആയതോട്ട് പറയണോ? AB is a line segment with the coordinates 2, 3 and 8, 6 respectively. If capital P divides AB in the ratio 1:2, find the coordinates of P. Okay, ഇതിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് റഫ് ഫിഗർ വരയ്ക്കുന്നതാണ് എപ്പോഴും. ഇതിൽ ഈ കോർഡിനേറ്റ്സിനെ ഇപ്പൊ നമുക്ക് തന്ന 1:2 എന്നല്ലേ. ഇത് ചില ക്വസ്റ്റ്യനിൽ ഇങ്ങനെയും തരും കേട്ടോ. ഇപ്പൊ വരയ്ക്കാൻ പോകില്ല ഞാൻ പറയാം. ചിലപ്പോ ഈ 1:2 എന്നുള്ളത് റേഷ്യോ 1:2 എന്ന് ഇങ്ങനെ പറയാതെ ചിലപ്പോൾ ഇങ്ങനെ പറയും AP/PB = 1:2. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. വെറുതെ റേഷ്യോ 1:2 എന്ന് പറയാതെ AP/PB = 1:2 സ്പെസിഫിക് ആയിട്ട് പറയാം. അതെങ്ങനെ വന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആദ്യം നിന്ന് റഫ് ഫിഗർ അങ്ങ് വരച്ച് വെക്കുക. അപ്പോൾ ഇതെങ്ങനെ ലൈൻ ശ്രദ്ധിച്ച് നോക്കിക്കോളണം കേട്ടോ. നമുക്ക് ലൈൻ സെഗ്മെന്റ് ഉണ്ട്. അതിൽ എ എന്നുള്ള പോയിന്റ് കൃത്യമായി അവിടെ തന്നിട്ടുണ്ട് 2, 3 ആണ്. ബി എന്നുള്ള പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് 8, 6 ആണ്. ഇവർ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് പി. ഇത്രയും ഡൗട്ട് ഇല്ലല്ലോ, നിസാര സംഭവമല്ലേ ഉള്ളൂ. അപ്പൊ പി നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഇത്ര ദൂരത്തിൽ കൊണ്ട് മാർക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധമല്ല, ചുമ്മാ റഫായിട്ടൊരു പോയിന്റ് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി റേഷ്യോ ശ്രദ്ധിച്ച് കേൾക്കണം. എ ബി എന്ന ലൈനിനെ 1:2 ഡിവൈഡ് ചെയ്യുന്നല്ലേ പറഞ്ഞേക്കുന്നേ. എ ബി എ ശ്രദ്ധിച്ച് കേൾക്കണ്ട, ഓർഡർ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. എ ബി എന്ന ലൈനിനെ 1:2 ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞാൽ എ പി 1 പോർഷനും ബി പി 2 പോർഷനും. ഓക്കെ, ഇനിയിപ്പോ ക്വസ്റ്റ്യനിൽ പറയാണ് ഡിവൈഡ്സ് ബി എ ഇൻ ദ റേഷ്യോ 1:2 എന്നായിരുന്നെങ്കിലോ, ബി എ ഇൻ ദ റേഷ്യോ 1:2. അപ്പൊ എങ്ങനെയായിരിക്കും വരിക എലിസബത്ത്? എങ്ങനെയായിരിക്കും വരിക? PB 1ഉം AP 2ഉം. ഈ റേഷ്യോ നേരെ തിരിഞ്ഞു. ഇപ്പൊ നമ്മൾ എഴുതിയ റേഷ്യോ നേരെ തിരിഞ്ഞു. അതാണ് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം. ഓർഡർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എ ബി എ ഡിവൈഡ് ചെയ്യുന്നതാണെങ്കിൽ എയിൽ നിന്ന് വേണം നമ്മൾ റേഷ്യോ എഴുതാൻ. ബി എനെ ഡിവൈഡ് ചെയ്യുന്നു എന്നാണെങ്കിൽ ബിയിൽ നിന്ന് വേണം നമ്മൾ റേഷ്യോ എഴുതാൻ. ഡു യു ഗെറ്റ് മീ? ശരി, അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തു. ഇത്രയും കാര്യം നോട്ട് ചെയ്തതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി കേട്ടോ, അപ്പൊ നമ്മളിവിടെ 1 by 1 ആയിട്ട് കാര്യങ്ങൾ എടുത്ത് എഴുതാം കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളണം. എടുത്തെഴുതുക തന്നെ വേണം കേട്ടോ, ഒരു സംശയമില്ല, നിങ്ങൾ എടുത്തെഴുതണം. അപ്പൊ റേഷ്യോ ഞാൻ ആദ്യം എഴുതുന്നു U/V = 1:2. കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് എഴുതേണ്ടത് x1 y1 ആരാണ്, x2 y2 ആരാണ്. ഈ 3 ആൾക്കാരുടെ പിള്ളേർ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടേ? UV വേണം, x1 y1 വേണം, x2 y2 വേണം. x1 y1 നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് റേഷ്യോയിൽ നമ്മൾ എഴുതിയപ്പോൾ യുവിനെയല്ലേ നമ്മൾ ആദ്യം എഴുതി. ആ യുവിനോട് ചേർന്ന്, അല്ലെങ്കിൽ 1 അല്ലേ നമ്മൾ ആദ്യം എഴുതി, ആ 1നോട് ചേർന്ന് കിടക്കുന്ന പോയിന്റ് ആയിരിക്കണം x1 y1. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഓർഡർ. അതായത് റേഷ്യോ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണോ അതേ ഓർഡറിൽ വേണം x1 y1 x2 y2 ചൂസ് ചെയ്യാൻ. നമ്മുടെ ഇഷ്ടമല്ല. റേഷ്യോ നമ്മൾ 1:2 എന്നാണ് ഇപ്പൊ എഴുതിയിരിക്കുന്നത്, റൈറ്റ്? റേഷ്യോ 1:2 എന്ന് എഴുതിയാൽ x1 y1 എടുക്കുമ്പോൾ 1നോട് അടുത്തുള്ള പോയിന്റ് ആയിരിക്കണം x1 y1, 2നോട് അടുത്തുള്ള പോയിന്റ് ആയിരിക്കണം x2 y2. അപ്പൊ ഇവിടെ x1 y1 എന്ത് വരും എന്ന് പറയാൻ ഞാൻ കേൾക്കട്ടെ. ആ, x1 y1 വാല്യൂ എന്ത് ചൂസ് ചെയ്യും?
എടാ നീ തലചോറിന്റെ ബുക്കിലേക്ക് നോക്കിയാൽ കിട്ടൂല. ഈ സാധനം ഞാൻ ബോഡി പറഞ്ഞുകൊണ്ടിരുന്ന കഥയാണ്. ഞാൻ തലചോറിന് ബുക്കിലേക്ക് നോക്കിയാൽ കിട്ടണ എങ്ങനെയാ അത്? പിന്നെ ഇവിടെ ഈ സാധനം ബോഡി പറയുമ്പോൾ നിനക്ക് തന്നെ അവിടെ പണി. അൽസാബിത്ത് എങ്ങനെയാ നമ്മളെ റേഷ്യോ എടുക്കുക? സോറി, ആ വാല്യൂ എടുക്കുക. x1 y1 ആയിട്ട് ഏതെടുക്കണം? x1 y1 2 3. x1 y1 നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് 2 3 ആണ്, 1നോട് ചേർന്നിട്ടുള്ള വാല്യൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി x2 y2 എന്ന് പറയുന്നത് 8 6 ആണ്. ശരിയല്ലേ? ഇനി സപ്പോസ് ഇതേ റേഷ്യോ സപ്പോസ് ഒരാൾ പ്രോബ്ലം ചെയ്തപ്പോൾ ഇങ്ങനെ എടുത്തു വന്നിരിക്കട്ടെ, u(v) = ആളെടുത്ത് 2:1 എന്നാണ് സപ്പോസ്. ഇനി നിങ്ങൾ സപ്പോസ് ചെയ്യാം. ഓക്കെ, എങ്ങനെ ഇങ്ങനെയാണ് എടുത്തതെങ്കിൽ ഒന്ന് പറഞ്ഞ കേൾക്കട്ടെ. ഇവിടെ നമ്മുടെ x1 y1ന്റെ വാല്യൂ എന്താണ് എടുക്കേണ്ടത്? x1 y1 അരീന x1 y1 എന്തെടുക്കണം? 8 6 എടുക്കണം x1 y1 ആയിട്ട്. സോ x2 y2 എന്ന് പറയുന്ന രണ്ടാമത്തെ ആള്, അത് നമ്മളുടെ 2 3 ആയിരിക്കും. കണ്ടോ? അപ്പോ ഏത് റേഷ്യോയാണോ നമ്മൾ ആദ്യം എടുക്കുന്നത് അവന്റെ നിയറസ്റ്റ് ആയിരിക്കണം x1 y1. ആദ്യം ഞാൻ എഴുതിയപ്പോ 1 ആണ് ആദ്യം എഴുതിയേ, അതുകൊണ്ട് x1 y1 അതിനടുത്തുള്ള പോയിന്റ് എഴുതി. രണ്ടാമത്തെ കേസ് ഞാൻ എഴുതിയപ്പോ നോക്കി, രണ്ടാമത്തെ കേസ് ഞാൻ അഡ്രസ് ചെയ്തപ്പോ 2 ആണ് ഞാൻ ആദ്യം എഴുതിയത്. കണ്ടോ? 2 ആണ് ഞാൻ ആദ്യം എഴുതിയത്. അപ്പൊ ഈ 2നോട് അടുത്തുള്ള 8 6 നമ്മൾ എന്ത് ചെയ്തു? x1 y1 ആയിട്ട്. ഈ ഓർഡർ മാറിപ്പോയാൽ ആൻസർ തെറ്റും. റേഷ്യോ നിങ്ങൾക്ക് 1:2 എന്നോ 2:1 എന്നോ എടുക്കുക, നിങ്ങളുടെ ചോയ്സ്, അതിൽ തെറ്റൂല. പക്ഷെ റേഷ്യോ എടുക്കുന്നതിനനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ? x1 y1നെയും x2 y2നെയും ചൂസ് ചെയ്യാൻ. അത് ഇൻഡിപെൻഡന്റ് അല്ല, ബന്ധമില്ലാത്ത ആളുകളല്ല, അവർ തമ്മിൽ കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ പ്രോബ്ലം തെറ്റും. അപ്പൊ എന്താണോ നമ്മൾ എടുക്കുന്ന റേഷ്യോ അതിനനുസരിച്ച് വേണം ഈ വാല്യൂസ് ചൂസ് ചെയ്യാൻ. റെഡിയാ? ഓക്കെ, ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നോടെ കാണിച്ചു തരാം കേട്ടോ. അതായത് നമുക്ക് നോട്ട് ചെയ്യാം. ഒരു സെക്കൻഡേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സംഗതികളൊക്കെ കിട്ടി. ഇതൊക്കെ പോട്ടെ, ഒരു കേസ് നമുക്ക് ആദ്യം ചെയ്യാം. അപ്പൊ നമ്മളുടെ ഫോർമുല നേരെ അപ്ലൈ ചെയ്യുന്നു. ശ്രദ്ധിച്ചു നോക്കുക, അപ്ലൈ ചെയ്യുന്നതും സിംപ്ലിഫൈ ചെയ്യുന്നതൊക്കെ എങ്ങനെ ശ്രദ്ധിച്ചോളണം കേട്ടോ. നമ്മൾ നേരെ എഴുതുകയാണ് x = x1 + u divided by u plus v into u divided by u plus v into x2 minus x1. നിർബന്ധമായിട്ടും ഫോർമുല എഴുതണം. x1ന്റെ വാല്യൂ 2 പ്ലസ് യുവിന്റെ വാല്യൂ 1 by 1 plus 2, x2ന്റെ വാല്യൂ 8, x1ന്റെ വാല്യൂ 6. അപ്പൊ 2 plus 1 by 1 plus 2 എന്ന് പറഞ്ഞാൽ 3, 8 minus 6 സോറി 8 minus 2 ആണ്. 8 minus 2 എന്ന് പറഞ്ഞാൽ 6. 3ഉം 6ഉം കട്ട് ചെയ്യുമ്പോൾ 2 വരും. 4 ആൻസർ. കണ്ടോ? ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? വൈയും സോൾവ് ചെയ്യാം. ഇതേ രീതിയിൽ നമുക്ക് y കോർഡിനേറ്റും സോൾവ് ചെയ്യാം. y = y1 plus u by u plus v into y2 minus y1. y1ന്റെ വാല്യൂ 3 ആണ്, പ്ലസ് 1 by 1 plus 2 into 6 minus 3. അപ്പോൾ 3 plus 1 by 3 into 3. 3 3 കട്ടാവും, 1 വരും. 3 plus 1 4 ആൻസർ. അപ്പൊ എക്സിന്റെ വാല്യൂ 4, വൈയുടെ വാല്യൂ 4. നമ്മൾ ആശപ്പെടുത്തരും therefore p is 4. ഇതാണ് ഈ പറഞ്ഞ റേഷ്യോയുടെ ഫോർമുല അപ്ലൈ ചെയ്യുന്നതും ആൻസർ കണ്ടുപിടിക്കുന്നതുമായ മെത്തേഡ്. എന്തൊക്കെ ആവശ്യമുണ്ടോ ഒക്കെ നോട്ട് ചെയ്ത് വെച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ആ ഓർഡർ ആണ് കേട്ടോ. ഡൗട്ടുള്ളതൊക്കെ ചോദിച്ചു. കംപ്ലീറ്റ് ഡൗട്ട് ഒന്ന് പോട്ടെ. അനശ്വര സാർ, ഈ പറഞ്ഞില്ലേ ഈ 2:1 എന്ന് പറഞ്ഞ 2ന്റെ ഇത് സൈഡിലുള്ളത് ആദ്യം എടുക്കണം, അങ്ങനെയാണോ പറഞ്ഞത്? അപ്പൊ നേരെ തിരിച്ച് ഇപ്പൊ 1:2 നടക്കണം. അപ്പൊ ഈ 1ന്റെ സൈഡിലുള്ള എടുത്താ പോരെ? അബ്സല്യൂട്ട്ലി. ആദ്യം x1 എടുക്കണം. അപ്പൊ 2നാണോ അത് ഇത് മുന്നിൽ നിൽക്കണേ? അതായത് ഏത് വാല്യൂ ആണോ നമ്മൾ ആദ്യം എടുക്കുന്നത് അതിനനുസരിച്ചാണ്. ഏത് വാല്യൂ ആണോ നമ്മൾ റേഷ്യോയിലെ ആരെയാണോ നമ്മൾ ആദ്യം ചൂസ് ചെയ്യുന്നത് അതനുസരിച്ച് വേണം ഇത് നമ്മൾ എടുത്തെഴുതാൻ. ഡൗട്ട്സിന്റെ ചോദിക്കണം കേട്ടോ. anyone?
പറഞ്ഞു സാറാ. സർ ഇപ്പോ പി ബി ഈസ് ടു എ പി ഈക്വൽ ടു യു ഈസ് ടു വി എന്നാണെങ്കിലോ? പി ബി ഈസ് ടു ഒന്നുകൂടെ പറഞ്ഞേ. പി ബി ഈസ് ടു എ പി ഈക്വൽ ടു യു ഈസ് ടു വി. പി ബി ഈസ് ടു എ പി ഈക്വൽ യു ഈസ് ടു വി. പി ബി ഈസ് ടു എ പി. പി ബി എന്ന് പറയുമ്പോൾ ഇയാൾ ഫസ്റ്റ്, ഇയാൾ സെക്കൻഡ്. അപ്പൊ ഇവനടുത്തുള്ളതായിരിക്കും x1 y1. എന്ത് ഡൗട്ടാണെങ്കിലും ചോദിച്ചോട്ടോ. എത്ര സിമ്പിൾ ആവട്ടെ, നിങ്ങൾക്ക് ഏത് പൊട്ടത്തരാണ് എന്ന് തോന്നുന്നത് ആയിക്കോട്ടെ, നിങ്ങൾ സംഗതി ചോദിക്കുക. പറഞ്ഞു ഫാത്തിമ ബി. സാർ ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു x1 പ്ലസ് യു ബൈ യു പ്ലസ് 1 x2 മൈനസ് യു പ്ലസ് ബി ഇൻറ്റു x2 മൈനസ് x1. അപ്പൊ ഇവിടെ 2 പ്ലസ് 1 എന്താ ആഡ് ചെയ്യാത്ത? എവിടെ നമ്മൾ ആഡ് ചെയ്യാത്ത? തേർഡ് സ്റ്റെപ്പില് 2 പ്ലസ് 1 ഇൻറ്റു 2. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയും വൈയുടെ കേസാണോ എക്സിന്റെ കേസാണോ? ഈ 2+1 ആണോ ചോദിച്ചത്? ഈ 2+1 ഇതാണോ? അതിന് മുമ്പ് ഒരു മൾട്ടിപ്ലിക്കേഷൻ കിടക്കുകയല്ലേ? 2 + 1/3 ഇൻറ്റു 6 എന്നല്ലേ കിടക്കുന്നത്? നമ്മൾ ആദ്യം ഏത് കംപ്ലീറ്റ് ചെയ്യണം? നമ്മുടെ റൂളല്ലേ മോളെ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ ഒറ്റ കാൽക്കുലേഷനിൽ വരുമ്പോൾ ആദ്യം നമ്മൾ ഏത് കംപ്ലീറ്റ് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ 1/3 ഇൻറ്റു 6 കംപ്ലീറ്റ് ചെയ്തു, എന്നിട്ട് ആഡ് ചെയ്യും. അതായത് x1ലേക്ക് ആഡ് ചെയ്യുന്ന പരിപാടി നമ്മൾ ഏറ്റവും അവസാനമാണ് ചെയ്യുള്ളൂ. നമ്മുടെ ഈ ഫോർമുലയിൽ x1ലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ y1ലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, ഇത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഓർഡർ എങ്ങനെയാ? ഈ ബ്രാക്കറ്റിനെ സബ്ട്രാക്ട് ചെയ്യണം, ഈ ബ്രാക്കറ്റും അതുപോലെ സബ്ട്രാക്ട് ചെയ്യണം, യു പ്ലസ് ബി നമ്മൾ ആഡ് ചെയ്യണം, ഈ കിട്ടുന്ന ഫ്രാക്ഷനെ ഇവനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏറ്റവും അവസാനമാണ് ഈ അഡീഷൻ നടത്താവുന്നത്. അപ്പൊ x2 - x1 എന്നുള്ള ബ്രാക്കറ്റ് നമ്മൾ ആദ്യം ചെയ്യുന്നുണ്ട്, യു പ്ലസ് ബി എന്നുള്ള ഡിനോമിനേറ്റർ നമ്മൾ ചെയ്യുന്നുണ്ട്, സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്, ദെൻ മൾട്ടിപ്ലൈ ചെയ്യും, അവസാനം ആഡ് ചെയ്യും. ഇതൊക്കെ നമുക്ക് എക്സാമിന് അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ തെറ്റിക്കുന്ന പോയിന്റുകളാട്ടോ. കേൾക്കുമ്പോൾ തലയായിട്ടിരിക്കും. ആ ശരി, എല്ലാം തലയായിട്ടിരിക്കും. എക്സസൈസ് അങ്ങ് ചെയ്തു തുടങ്ങുമ്പോൾ തലയാട്ടിലൊക്കെ ഞാൻ കാണുന്നത്. അൽസാബിത പറ. സാർ ആ 1/3 ഇൻറ്റു 6 കിട്ടിയപ്പോ 2 കിട്ടിയില്ല, എങ്ങനെയാ? 3 6 കട്ട് ചെയ്യും. ചില കേസിൽ ഇപ്പോൾ കട്ടായി പോവാത്ത രീതിയിലൊക്കെ വാല്യൂ വരാട്ടോ. അങ്ങനെ നമ്മൾ ഫ്രാക്ഷനായി തന്നെ അത് വരും, പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യണം. അല്ലേനാ ക്ലാസ്സിൽ u plus v പകരം p/w എന്ന് പറയും. p/w where w is equal to p plus q അല്ലേ? റേഷ്യോ p is to q അല്ലേ? റേഷ്യോ അങ്ങനെ റേഷ്യോ p is to q ആണ്. p/w where w is equal to p plus q. ഒരു കുഴപ്പമില്ല, അതും കറക്റ്റാ. ബോത്ത് ആർ സെയിം. ഓക്കേ സർ. ഇതേ കൺസെപ്റ്റ് CBSE പഠിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാം. സെയിം ഫോർമുല നമ്മൾ ചോദിച്ച സെയിം ഫോർമുല CBSEക്ക് ഇങ്ങനെയാണല്ലേ. x ഈക്വൽ ടു ux2 പ്ലസ് vx1 ബൈ u പ്ലസ് v, y ഈക്വൽ ടു uy2 പ്ലസ് vy1 ബൈ u പ്ലസ് v. ഈ ഫോർമുലയും കറക്റ്റാണ്. അതാണ് CBSEക്കുള്ള ഫോർമുല, സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. അവർക്ക് യു ആൻഡ് വിക്ക് പകരം M1 M2 എന്ന് പറയുന്ന റേഷ്യോ വരിക, അല്ലെങ്കിൽ MN എന്നൊക്കെയാണ് റേഷ്യോ എടുക്കുക. സിമ്പിളിന്റെ മാറ്റുള്ളൂ. ഇങ്ങനെയാണ് ഒരു ഫോർമുല. mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n, my2 പ്ലസ് ny1 ബൈ m പ്ലസ് n. അപ്ലൈ ചെയ്യാനും ഒക്കെ എളുപ്പമാണത്. ഇവിടെ നമുക്ക് വീണ്ടും വീണ്ടും കൺഫ്യൂഷൻസ്. അവനവിടെ അഡീഷനിൽ കിടക്കുന്നു, ഇവനവിടെ സബ് ഡിവിഷനിൽ കിടക്കുന്നു, വേറൊരുത്തിനവിടെ സബ്ട്രാക്ഷനിൽ കിടക്കുന്നു. കുറെ കൂടെ സിമ്പിൾ ഫോർമുലയാണ്. പക്ഷേ ചിലപ്പോൾ ആ ഫോർമുല അപ്ലൈ ചെയ്ത് നിങ്ങൾ ടീച്ചേഴ്സ് മാർക്ക് കയറില്ല. അതാണ് ആ ഫോർമുല പഠിപ്പിക്കുന്നത്. അതാണ് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ്. കാരണം സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, പോട്ടെ. ഇത് ക്ലിയർ ആയില്ലേ എവരി വൺ? നോട്ട് ചെയ്ത് കഴിഞ്ഞോ? അപ്പൊ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഡിസ്റ്റൻസ് ഫോർമുല നമ്മൾ സെക്ഷൻ ഫോർമുല അല്ലെങ്കിൽ റേഷ്യോയുടെ കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 3 ആൾക്കാരെയാണ്. പി എന്ന പോയിന്റിന്റെ കോഓർഡിനേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 3 ആൾക്കാരെ നമുക്ക് കിട്ടും. ആരൊക്കെയാ വേണ്ട? ബോബി ഒന്ന് പറഞ്ഞ 1 by 1 ആയിട്ട്. ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 3 ആൾക്കാരെ നമുക്ക് കിട്ടണം, 3 വാല്യൂസ് കിട്ടണം. ഏതൊക്കെയാ 3 വാല്യൂ?
യുവും വിയുമാണ് ഒരാള്. കൃത്യം റേഷ്യോ നമുക്ക് കിട്ടണം. പിന്നെ x1 y1 എന്നുള്ള ആള് നമുക്ക് വേണം. അതുപോലെ തന്നെ രണ്ടാമത് x2 y2 എന്നുള്ള ആളെ വേണം. ഈ പറഞ്ഞ 3 ആൾക്കാരെ കിട്ടിയാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പിയുടെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാം, പിയുടെ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം ബൈ യൂസിങ് ദ ഫോർമുല. ക്ലിയർ ആണോ എല്ലാവർക്കും? ഒരു എക്സാമ്പിളോടെ ചെയ്യാലോ. വൺ മോർ എക്സാമ്പിൾ. ഓക്കെ, ഏതൊക്കെ താഴെ പോ. ഇത് ചെയ്യണേ, നല്ല എക്സാമ്പിൾ ആട്ടോ, ഇത് ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യുമ്പോഴേക്കാണ് ചിലപ്പോൾ തെറ്റുകൾ വരാൻ ചാൻസ് ആയിരിക്കും. Find the coordinates of the point. Find the coordinates. Find the coordinates of the point dividing the line joining the points 1, 6 and 11, 2 in the ratio 3:5. In the ratio 3:5. ശ്രദ്ധിച്ച് ആലോചിച്ച് അപ്ലൈ ചെയ്യാം. Find the coordinates of the point dividing the line joining the points 1, 6 and 11, 2 in the ratio 3:5. ശ്രദ്ധിച്ച് ആലോചിച്ച് അപ്ലൈ ചെയ്യാം. ശ്രദ്ധിച്ച് ആലോചിച്ച് ചെയ്യണേ. 2 മിനിറ്റോടെ മാക്സിമം. ഒരു മിനിറ്റ് അവിടെ കേട്ടോ. 1 more minute to complete.
30 seconds. മിനിമം നമ്മുടെ എക്സ് തീർന്ന് വൈയുടെ ഒരു ഹാഫ് കിലോ ആയിട്ടുണ്ടാവണം കേട്ടോ. ഒന്ന് പറയാം ഹന ഫാത്തിമ കേൾക്കട്ടെ. എക്സിന്റെ വാല്യൂ എന്താ വരിക? ചെയ്യണുള്ളൂ സാർ. സ്റ്റെപ്പ് പറഞ്ഞത് എക്സിന്റെ ഫൈനലിലേക്ക് എത്തിയില്ല. എക്സിന്റെ എത്തുക ക്ലിയർ ആയില്ല. ചെയ്തോണ്ടിരിക്കുക. എക്സിന്റെ എങ്ങനെ ഫൈനൽ വന്നെന്ന് പറയാവോ? എക്സിന്റെ ഫൈനൽ തഫ്സിയ 16 ആണോ? കൃത്യം 16. 16. എനിക്ക് സംശയമുണ്ട്. നോക്കാം. ലെറ്റ്സ് ട്രൈ. ആഷ്ന സാർ കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല. ഒരു ഐഡിയ ഇല്ല. അത്ര കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല. എക്സിന്റെ കേസ് ഞാൻ ഓർത്ത് എക്സ് തീർന്നു വൈ ഒക്കെ എത്തിയിട്ടുണ്ടാവുന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എക്സിന്റെ വാല്യൂ 2. അതും പ്രശ്നമാണല്ലോ. ഇതല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ചെക്ക് ചെയ്യാം. അഫിൻ 4. അതിനും പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നണേ. അൽഷിഫ കിട്ടിയില്ല. നമുക്കിവിടെ കാര്യങ്ങൾ അതൊന്ന് എടുത്ത് എഴുതണല്ലോ. ഫസ്റ്റ് ഒന്ന് എടുത്ത് തന്നെ പ്രൊസീജിയർ ഒന്ന് കേൾക്കട്ടെ. അൽസാബിത്തെ പറയണേ എങ്ങനെയാ കാര്യങ്ങൾ എടുത്ത് എഴുതണ്ടേ? x1 പ്ലസ് അല്ലല്ല ഫോമിലേക്ക് അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് യു വി x1 y1 x2 y2 അത് പറ. u equal to 3, v equal to 5, ശരി. h1 y1 equal to 1 6. ഓക്കെ. h2 y2 is equal to 11 6. x2 y2 is equal to 11 6 ആണ്. x2 y2ന്റെ വാല്യൂ 11 6 ആണ്. കുഴപ്പമില്ല. 11 2 അല്ലടാ. 11 6 അല്ല, 11 2 അല്ലേ? 11 2. ശരി. അപ്പൊ നമുക്ക് ഇങ്ങനെ 3 ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വേണമെങ്കിൽ ലൈൻ സെഗ്മെന്റ് ഒക്കെ നോട്ട് ചെയ്ത് നല്ലതാണ്. ഒരു പോയിന്റ് 1 6, വേറൊരു പോയിന്റ് 11 2, ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് പി ആണ്. പി ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 3:5 ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഐഡിയ ക്ലിയർ അല്ലേ? കിട്ടിയ പിന്നെ വലിയ വിഷയമൊന്നും ഇല്ലല്ലോ. വളരെ സിമ്പിൾ ആയി നമുക്ക് സോൾവ് ചെയ്യാവുന്നുള്ളല്ലോ. എക്സ് ഈസ് ഈക്വൽ ടു ഫോർമുല x1 പ്ലസ് u ഡിവൈഡഡ് ബൈ u പ്ലസ് വി ഇൻറ്റു x2 മൈനസ് x1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 5 ഇൻറ്റു 11 മൈനസ് 1. 1 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 5 8 ആണ്. ഇൻറ്റു 11 മൈനസ് 1 10 ആണ്. ശരിയല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നേരെ ഇതിനകത്ത് തെറ്റിയാൻ പറഞ്ഞുതരാം. ഇനി ചെയ്ത പണി എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 3 4 എഴുതിയിട്ടുണ്ടാവും. 4 8 കട്ട് ചെയ്യുമ്പോൾ 2 ആണ്. എൻ്റെ മുകളിൽ കൊണ്ടുപോയി കട്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു ഓപ്ഷൻ ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. പ്രത്യേകം ഞാൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി മൾട്ടിപ്ലിക്കേഷൻ. 3/8 ഇൻറ്റു 10. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഈ 10ഉം 8ഉം വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്യുക. 2ന്റെ മൾട്ടിപ്പിൾസാണ്. നമുക്ക് 5ഉം 4ഉം കിട്ടും. ഇനി ഒന്നും കട്ട് ചെയ്യാൻ നിവൃത്തിയില്ല. വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. 1 പ്ലസ് 3 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 15 ഡിവൈഡഡ് ബൈ 4. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 1 ഇൻറ്റു 4 4 പ്ലസ് 15 ബൈ 4. ദ ഫൈനൽ ആൻസർ ഈസ് 19/4. വേണമെങ്കിൽ അവനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി 4 3/4 എന്ന് എഴുതാം. നിർബന്ധമില്ല. 19/4 നിർത്തിയാലും മതി. 19/4 കിട്ടിയിരുന്ന ഹാൻഡ് റൈസ് ചെയ്ത 19/4. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. 19/4 അല്ലെങ്കിൽ 4 3/4 എന്നാണ് ഫൈനൽ കിട്ടുക. ഇതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. സോൾവ് ചെയ്തതിൽ ഏതെങ്കിലും സ്റ്റെപ്പ് കട്ട് ചെയ്തതോ സിംപ്ലിഫൈ ചെയ്തതോ വൈ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കി കിട്ടാത്തവരെ വൈ ഇതുപോലെ തന്നെ സെയിം പാറ്റേണിൽ വൈ ഒന്ന് ആലോചിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. അൽസാബിത്തെ ഡൗട്ടാണോ? സാർ 31/8 ആണ് കിട്ടിയത്. ഏതിലാടാ? ഈ കേസിലാണോ?
31/8 നോക്കട്ടെ. 38/8 ആണോ നോക്കി. 38 38 31/8 31/8 1 മൈനസ് ഉണ്ടായിരുന്നു ഇരോണി. എങ്ങനെ ക്ലിയർ ആയില്ല? ഇരോണിന്ന് 1 മൈനസ് ചെയ്തിട്ടായിരുന്നു. 13/8 13/8 ആണോ? അല്ല 30/8. 30/8 കൂടെ ഫ്രണ്ടിൽ ഒരു +1 കിടപ്പില്ലേ? +1 അത് മൈനസ് ചെയ്തു. 31/8 ആയിരുന്നു കിട്ടിയ. എന്നിട്ട് ഞാൻ ഇരോണിന്ന് ചോദിച്ചത് -1 ചോദിക്കാം. എങ്ങനെയാ 31/8 കിട്ടി? 1 + 3/8 ചെയ്തിട്ട് ഇൻറ്റു 10 ചെയ്തു. 1 + 3/8 × 10 എന്നിട്ട് 1 + 30/8 കിട്ടി. 1 + 30/8 കിട്ടി. കറക്റ്റാ. ഈ 1 + 30/8 എങ്ങനെ 31/8 ആവുക? 1ഉം 30 നമുക്ക് നേരെ ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം 30യുടെ കൂടെ /8 കിടക്കുകയല്ലടാ. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഈ 1 എന്ന് പറയുന്ന ആളെ 1/1 നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ 30/8 വേറെ ആളാണ്. 30/8 വേറെ ആളാണ്. ആ /8 30ക്ക് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ അലിസാബ്? അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 1 × 8 8, 1 × 30 30, ഡിനോമിനേറ്ററിൽ 1 × 8 8. അങ്ങനെ നമുക്ക് 38/8 എന്ന് കിട്ടും. ഇതിനെ വേണമെങ്കിൽ 2 വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. 19/4 എന്നുള്ള ഈ ആൻസർ തന്നെ കിട്ടും. അത് ഇവിടെ വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 30 തൊട്ടും കട്ട് ചെയ്യാം. ഇതുകൊണ്ടോ ഇവിടെ വെച്ച് 30 തൊട്ടും കട്ട് ചെയ്താൽ 15/4 എന്ന് വരും. അങ്ങനെ ആയാലും മതി. ഇത് നിങ്ങളുടെ ചോയ്സാണ്. ഇത് കറക്റ്റാ, ഒരു പ്രശ്നമില്ല. y കണ്ടുപിടിക്കാൻ 1 മിനിറ്റ് കേട്ടോ മാക്സിമം. വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ 1 മിനിറ്റ് മാക്സിമം. പറഞ്ഞോ. വൈയുടെ ആൻസർ 9 ആണോ? വൈയുടെ ആൻസർ 9 അല്ലല്ലോ. 9ന്റെ ഡിനോമിനേറ്ററിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സർ. ഡിനോമിനേറ്ററിലൊന്നും ഇല്ലാതെ വരാൻ ചാൻസ് ഇല്ല. y നമ്മൾ ഇതുപോലെ തന്നെ y = y1 + y2 y1 + u / u + v × y2 - y1. y1ന്റെ വാല്യൂ നമുക്കുള്ളത് 6 ആണ്. u / u + v. y2 - y1 എന്ന് പറയുമ്പോൾ 2 - 6. നെഗറ്റീവ് ഒക്കെ വരും, ശ്രദ്ധിക്കണം കേട്ടോ. 3/8 × -4 ഇങ്ങനെയൊക്കെ വന്നായിരുന്നോ? 3/8 × -4 എന്നൊക്കെ. ഫൈൻ. ഇനി നമുക്ക് ചെയ്യാവുന്ന കാര്യം 2 മെത്തേഡ് ഉണ്ട്. ഒന്നിപ്പോൾ 6 അങ്ങനെ തന്നെ നിർത്തും. 3 × -4 വേണമെങ്കിൽ ചെയ്യാം, എന്നിട്ട് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ വേണമെങ്കിൽ 8ഉം 4ഉം ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാം. തൽക്കാലം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല കേട്ടോ. 3 × -4 എന്ന് പറഞ്ഞാൽ -12 ആണ് /8 അല്ലേ? ഇനി വേണമെങ്കിൽ 8ഉം 12ഉം നമുക്ക് 2 വെച്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ 6ഉം 4ഉം വരും. അപ്പോ 6 - 6/4 ഒന്നോടെ വെട്ടി 2 ഒന്നോടെ കട്ട് ചെയ്യുമ്പോൾ 3ഉം 2ഉം വരും. അതാണ് ഏറ്റവും സിംപ്ലിഫൈഡ് വൺ. 3/2 ക്രോസ് ചെയ്യുമ്പോൾ 6 × 2 12 - 3/2 9/2 എന്ന് ആൻസർ ആണ്. മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയാൽ 4 1/2. മിക്സഡ് ആക്കണ വേണമെന്നൊക്കെയുള്ള നിങ്ങളുടെ ഇഷ്ടം. മൈനസ് ഒക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണേ. സാറാ പറയും. സർ 8ഉം 4ഉം കട്ട് ചെയ്തിട്ടുള്ള ഒന്ന് ചെയ്യാൻ ചെയ്യും. 8ഉം 4 നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്താൽ -1 വരും മുകളിൽ, താഴെ 2ഉം വരും. അപ്പൊ എഗൈൻ നമ്മുടെ 6 - 3/2 എന്നുള്ള ഫോമിൽ വരും. സിംപ്ലിഫൈ ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം, കാരണം സിംപ്ലിഫൈ ചെയ്യുന്നത് ബേസിക് മാത്തമാറ്റിക്സ് ആണ്. പക്ഷെ അതിൽ നമുക്ക് ഒരുപാട് തെറ്റുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പറഞ്ഞോ ജീലാനി. സിംപ്ലിഫൈ ഒന്നും ചെയ്യാതെ 36/8 ചെയ്യണം. 36/8 എന്ന് പറയുമ്പോൾ 16, 36, 18/4, 9/2 കറക്റ്റാ.
എന്തായാലും കട്ട് ഷോട്ട് ചെയ്താണ് നല്ലത്. ഡൗട്ട് എന്തുണ്ടെങ്കിലും ചോദിക്കട്ടോ, മിണ്ടാതിരിക്കരുത്. കാരണം ഇനി നമ്മൾ എക്സസൈസിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു സംഗതി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല. അതിന് മുമ്പുള്ള ഡിസ്കഷൻ ആണ്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളാം. പറ. 36/8 ശരിയാണോ? 36/8 കറക്റ്റ് ആണ്, പക്ഷെ അതിനൊന്ന് കട്ട് ഷോട്ട് ചെയ്യാണ് നല്ലത്. വേറെ ഡൗട്ട്സ്? വായിക്കാൻ പറഞ്ഞോട്ടെ? ഓക്കെ, ശ്രദ്ധിച്ചു. അപ്പൊ ഇതിനകത്ത് ശരിക്കും നമ്മുടെ ഇപ്പൊ ഫോമുല എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടെന്നുള്ള സംഗതി നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് x1y1ഉം x2y2ഉം റേഷ്യോയും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ എടുത്തെഴുതുന്നു, ഫോമുല എഴുതുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട്. ഇത്രയുള്ള സംഭവം. ഇനി ചില കേസിൽ എന്താണെന്ന് അറിയാം, ഈ റേഷ്യോ നമുക്ക് ഡയറക്റ്റ് തരില്ല. റേഷ്യോയുടെ വാല്യൂ 1:2 എന്നോ അല്ലെങ്കിൽ 3:5 ഡയറക്റ്റ് തരാതെ അത് ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കും. ആ ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു ടൈപ്പാണ് ട്രൈസെക്ട് അല്ലെങ്കിൽ ട്രൈസെക്ഷൻ എന്നൊക്കെ പറയും. ഓക്കെ, എന്താണ് ആ വാക്കിന്റെ മീനിങ് എന്ന് പറയാം? ട്രൈസെക്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഭീമ സിദ്ദീഖ്, ട്രൈസെക്ട് എന്തായിരിക്കും? ട്രൈ എന്ന് പറഞ്ഞാൽ 3 ആണ്. അബ്സല്യൂട്ട്ലി. ട്രയാങ്കിൾ, 3 സൈഡുള്ള ആള് അല്ലേ? അപ്പൊ ട്രൈ എന്ന് പറഞ്ഞാൽ 3 കഷ്ണാക്കി മുറിക്കുക. ട്രൈസെക്ട് എന്ന് പറഞ്ഞാൽ 3 ഈക്വൽ പീസ് ആക്കി മുറിക്കുക എന്നാട്ടോ. ഇതിനെ വേറെ രീതിയിൽ പറയും 3 ഈക്വൽ പാർട്സ് എന്നും പറയും. 3 ഈക്വൽ പാർട്സ് പറഞ്ഞാൽ വളരെ വ്യക്തമാണ് ഐഡിയ. അതിന്റെ വേറെ ടൈമാണ് ട്രൈസെക്ട് എന്ന് പറയാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, നമുക്കൊരു ലൈൻ തന്നിട്ടുണ്ടാവും. ഓക്കെ, ലൈനിന്റെ കോർഡിനേറ്റ് ഒക്കെ ഉണ്ട്, 2, 3, ഇവിടെ ഒരു 12, 15 ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഈ ലൈനെ 3 ഈക്വൽ പീസ് ആക്കി മുറിച്ചാൽ ആ കട്ട് ചെയ്യുന്ന പോയിന്റ്സിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ 3 ഈക്വൽ പീസ് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ, ഇത് കണ്ടോ, ഇതാണ് 3 ഈക്വൽ പീസ് എന്ന് പറയുന്നത് അല്ലെ? 3 ഈക്വൽ പീസ് ആക്കി മുറിക്കണമെങ്കിൽ എത്ര പോയിന്റ് എടുക്കണം ഭീമ നവാസ്? 3 ഈക്വൽ പീസ് ആക്കി മുറിക്കാൻ ഉള്ളിൽ നമ്മൾ എത്ര പോയിന്റ് എടുക്കണം? 2 പോയിന്റ്. 2 പോയിന്റ് എടുത്താൽ മതി. ഇതേ കാണുന്ന 2 പോയിന്റ് കണ്ടോ? ഇങ്ങനെ 2 പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്താൽ ലൈനിനെ 3 പീസാക്കി മുറിക്കാം. അപ്പൊ ഈ 2 പോയിന്റ് ആരൊക്കെ ആയിരിക്കണം? 3 പീസും ഈക്വൽ ആകണമെങ്കിൽ. ഇതാണ് ചോദ്യം. 3 ഈക്വൽ പീസ് ആക്കി മുറിക്കണമെങ്കിൽ ഈ പോയിന്റ് ആരൊക്കെ ആവണം? ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. സപ്പോസ് ചെയ്യാം ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു. അതിന്റെ ക്വസ്റ്റ്യൻ അത് ചെയ്യാക്കണം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഈ റേഷ്യോ എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും? ഈ കാണുന്ന റേഷ്യോ ഞാൻ വരച്ചാൽ ശ്രദ്ധിക്കണേ. ഒരു പോർഷൻ അപ്പുറം 2 പോർഷൻ. ഈ റേഷ്യോ എങ്ങനെ എടുക്കാം? എനിവൺ? ആബ്സല്യൂട്ട്ലി 1:2 എന്ന് നമുക്ക് എടുക്കാം. കാരണം ഈ 3 പോർഷനും ഈക്വലാ അല്ലെ? 3 പീസ് ഒരേ ലെങ്താ. അപ്പൊ നമുക്ക് ഇവനെ എന്തെടുക്കാം? ഇപ്പൊ ഈ പോയിന്റ് പി ആണെങ്കിൽ പി ഡിവൈഡ്സ് എ ബി ഇൻ ദ റേഷ്യോ 1:2 എന്ന് എടുക്കാം. x1y1 ഉണ്ട്, x2y2 ഉണ്ട്, റേഷ്യോ കിട്ടി. നമുക്ക് ആരുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും? പിയുടെ കോർഡിനേറ്റ്സ് കിട്ടും. ശരിയല്ലേ? പി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണി എളുപ്പമാണ്. കാരണം പി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, പി പോയിന്റ് ക്യൂ ആന്നിരിക്കട്ടെ. പി നമുക്ക് കിട്ടി, ബി ഓൾറെഡി ഉണ്ട്. ക്യൂവിന്റെ പ്രത്യേകത എന്തായിരിക്കും? ക്യൂവിന്റെ പ്രത്യേകത ഫാത്തിമ ബീവി? പിബിയുടെ മിഡ് പോയിന്റ് പിബിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും അല്ലെ? ഇതാണ് പി ബി. ഇവിടെ നിന്ന് ഇവിടം വരെയാണ് പി ബി. ഈ പി ബിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും ക്യൂ. മിഡ് പോയിന്റ് ഫോമിൽ അപ്ലൈ ചെയ്യുമ്പോൾ ക്യൂവിന്റെ വാല്യൂ കിട്ടും. കണ്ടോ? അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോ ഡയറക്റ്റ് തരാതെ ഇൻഡയറക്റ്റ് ആക്കി ഇതുപോലെ സംഭവത്തിൽ കയറി വരാം. പിന്നെ വേറെ ക്വസ്റ്റ്യൻ വരാം, നമുക്ക് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പൊ അങ്ങനെ 1-2 വാക്കുകൾ കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്തിട്ട് വേണം എക്സസൈസിലേക്ക് കയറാൻ കേട്ടോ. That we will discuss on tomorrow at the same time. Okay. Thank you. Thank you. Thank you, sir. Have a nice day.